കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി മുസ്ലിം ലീഗും കോൺഗ്രസും പങ്കിടാൻ ധാരണയായിട്ടുണ്ട്. അധ്യക്ഷ പദവി 2.5 വർഷം വീതമാവും പങ്കിടുക. ആദ്യത്തെ 2.5 വർഷം കോൺഗ്രസിനാണ്. ഇക്കാലയളവിൽ വൈസ് പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിനായിരിക്കും. ഇന്നലെ ചേർന്ന UDF നേതാക്കളുടെ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ബെൻസൺ തന്നെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബെൻസൺ, അപ്പം ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഏറെക്കുറെ ഒരു ധാരണയിലേക്കൊക്കെ എത്തുന്നു അല്ലേ കാര്യങ്ങൾ? അതെ സേതുലക്ഷ്മി, നമുക്കറിയാം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം ചരിത്രത്തിലാദ്യമായിട്ടാണ് UDF നേടുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിലയിൽ തന്നെയാണ് അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഇന്നലെ MK മുനീറിന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിലാണ്, UDF നേതൃയോഗത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായിരിക്കുന്നത്. അതായത് 2.5 വർഷം വീതം അധ്യക്ഷ പദവി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവി 2.5 വർഷം വീതം പങ്കിടാനാണ്. മുസ്ലിം ലീഗ് 2.5 വർഷവും കോൺഗ്രസ് 2.5 വർഷവും പങ്കിടാനാണ് ധാരണയായിരിക്കുന്നത്. അതും ആദ്യ 2.5 വർഷം കോൺഗ്രസിനായിരിക്കും. അക്കാലയളവിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മുസ്ലിം ലീഗ് ആയിരിക്കും ഉണ്ടാവുക. കോടഞ്ചേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നുള്ള മില്ലി മോഹനെയും പയ്യോളി ഡിവിഷനിൽ നിന്നുള്ള PT ഷീബയെയുമാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ബുധനാഴ്ച ആയിരിക്കും ഉണ്ടാവുക. കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും മത്സരിക്കാനുള്ള തീരുമാനത്തിലും ധാരണയായിട്ടുണ്ട്. എന്നാൽ അത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. മേയർ സ്ഥാനാർത്ഥി കോൺഗ്രസ് അംഗമായിരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക മുസ്ലിം ലീഗ് അംഗവുമായിരിക്കും. സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്ത് ഭരണവും UDF-നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ തന്നെ ഇവരുടെ നേതൃപദവിയിലേക്ക് എത്തിക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. ഓക്കെ ബെൻസൺ, വ്യക്തമാണ്. അപ്പൊ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ബെൻസനാണ് വിവരങ്ങൾ നൽകിയത്.